ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഒഴിച്ചുകൂട്ടാൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഉണക്ക ചെമ്മീനും അതുപോലെ മാങ്ങയും തക്കാളിയും കൂടി ഇട്ടിട്ടുള്ളൊരു ഒഴിച്ചുകൂട്ടാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ഒരു അരമുറി സവാള വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു 4 പച്ചമുളക്. അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ഒരു 2 തക്കാളി. പിന്നെ വേണ്ടത് മാങ്ങയാണ്. അപ്പോൾ ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മാങ്ങ നമ്മുടെ പുളിക്കനുസരിച്ച് എടുക്കുക. അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉണക്കച്ചെമ്മീനാണ്. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് ഉണക്കച്ചെമ്മീൻ അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് കഴുകി ക്ലീനാക്കിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും വേണ്ട, വെറുതെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ അതും ഇതിലേക്ക് വേണം. ഇനി നമുക്ക് ഈ കറിയിലേക്കൊരു അരപ്പും കൂടെ തയ്യാറാക്കണം. അപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ നമ്മളിത് അരച്ചെടുക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ വേണേലും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കുക. അതുപോലെ തേങ്ങ ഒന്ന് അരച്ചു കൊടുത്തിട്ട് വരാം. അപ്പം ഞാൻ തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഒന്ന് പൊടിച്ചും കൂടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി, മുഴുവനായിട്ട് പൊടിച്ചെടുക്കണ്ട. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ചട്ടിയിലേക്ക് തക്കാളി ഒഴികെ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയും ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികളെ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതെല്ലാതും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങയും അതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കറി ഇനി തിളപ്പിക്കുന്നില്ല. നമ്മൾ തേങ്ങ ചേർത്തത് കൊണ്ട് ഇത് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ആ തേങ്ങയുടെ അതുപോലെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ചൊവ്വയൊന്ന് മാറി വരണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഉള്ളി കാച്ചി ഒഴിക്കണം. അപ്പോൾ ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഒഴിച്ചുകൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.